ഹലോ ഗൈസ്, വെൽക്കം ടു സെൻറ്റാങ്കിൾ ആർട്ട് ഡേ 4. അപ്പോൾ ആദ്യം തന്നെ പെനും പേപ്പർ എടുക്കുക. എന്നിട്ട് പേപ്പറിൽ രണ്ട് വളഞ്ഞ് പുളഞ്ഞ റോഡ് പോലെ രണ്ട് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് 1, 2, 3 ഹാഫ് മുട്ടകളും പിന്നെ ആ ലൈൻസിന് മുകളിലായിട്ട് 3, 4, 5 ഫുൾ മുട്ടകളും വരയ്ക്കുക. ബൈ വട്ടം വരയ്ക്കാൻ ഞാൻ കുറച്ച് വീക്കാണ്. അത് എൻ്റെ വട്ടങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമ്മുടെ മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട് എന്ന് പറയുന്നത് അതെ ഈ ഒരു ചെറിയ സ്മോൾ ലൈൻസ് വരയ്ക്കുക എന്നുള്ളത്. ഈ ലൈൻസ് വരയ്ക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധ ചെലുത്തി വരയ്ക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇതിൻ്റെ ഫൈനൽ ലുക്കിൽ ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഇത്തരം കുഞ്ഞു ലൈൻസ് നമ്മൾ വരയ്ക്കുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഉള്ള ക്ഷമ വെച്ചിട്ട് എനിക്ക് അടുപ്പിക്കാവുന്ന മാക്സിമം അടുപ്പിച്ചു ഞാൻ ഇത് വരച്ചു. നമ്മൾ തുടക്കക്കാരാന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അഹങ്കാരം പാടില്ല. അപ്പോൾ നമുക്കിപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമുക്കിപ്പോൾ ചെയ്യാം. അങ്ങനെ ഞാൻ ഈ സർക്കിൾസിൻ്റെയൊക്കെ ഓരോ സൈഡിലായിട്ട് ഞാനത് വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി എനിക്ക് ചെറിയ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ബാക്കി ഹാഫ് സൈഡ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഇതുപോലെ 2 ലൈൻസ് ഇങ്ങനെ അടുപ്പിച്ച് സീബ്ര ക്രോസിങ്ങിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ സീബ്ര ക്രോസിങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ 2 ലൈൻസ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് അതൊരു സീബ്ര ക്രോസിങ് ലുക്കായിട്ട് നമ്മൾ മാറ്റുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇതുപോലെ കളർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ വരച്ച സീബ്ര ക്രോസിങ് ഈ വട്ടത്തിന് പുറത്തേക്ക് വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡ് ഫുള്ള് നമ്മൾ ഈ ഡബിൾ ലൈൻസ് ഇതുപോലെ 2 ലൈൻസ് അടുപ്പിച്ച് കുറച്ച് ഇടവിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇനി നമ്മളുടെ പേപ്പർ ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഈ വട്ടത്തിനകത്ത് ചെയ്ത കാര്യം ഇനി നമ്മൾ പുറത്ത് ചെയ്യാൻ പോവാണ്. ഇതുപോലെ ഇത് ഏറ്റവും മൈൻഡ് റിലാക്സിങ് എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി ബോറടിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അല്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാറുണ്ടായിരുന്നു. നമുക്ക് ക്ഷമ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഇനി ഇതിങ്ങനെ വരച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ എൻ്റെ ചിത്രത്തിലുള്ള പല തെറ്റുകുറ്റങ്ങളും കണ്ടുപിടിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പാറ്റേണിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ട്, ചെറിയ വ്യത്യാസമല്ല, എൻ്റെ റെഫറൻസ് പിക്ചറിൽ നിന്ന് നല്ല രീതിയിലുള്ള വ്യത്യാസം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്ത അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലും ഇതുപോലെ 2 ലൈൻസ് ഇങ്ങനെ അടുപ്പിച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ആയിരുന്നു. ഇതിനടുത്ത് ഇതുപോലെ സർക്കിൾ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഓരോ സർക്കിൾസ് ഇടവിട്ട് അത് ഡാർക്കൺ ചെയ്ത് പോകാന്നുള്ളത്. ആ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ എത്തിയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഒന്നുമില്ല, സർക്കിൾ വരയ്ക്കേണ്ടാത്ത ഒരു ലൈനിൽ കൊണ്ടിട്ട് സർക്കിൾ വരച്ചു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, അതങ്ങ് ഡാർക്കൺ ചെയ്ത് നമ്മൾ ചെറിയൊരു മിനി സീബ്ര ക്രോസിങ് ആക്കാൻ വേണ്ടി നോക്കി. ആക്ച്വലി നമുക്ക് ഈ ഒരു പാറ്റേൺ വരയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഇത്തരം സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്നല്ല, നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു പൂ വരച്ചിട്ടുണ്ടെങ്കിൽ പൂവിൻ്റെ ഷേപ്പ് വേണമെന്ന് പറയും. പക്ഷേ ഇതിനങ്ങനെ ഷേപ്പിന് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എന്ത് വിചാരിക്കുന്നോ അത് നമുക്കിടാം. ഒരു ചെറിയ ഡോട്ടിൽ നിന്നോ ചെറിയ ലൈനിൽ നിന്നോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. കാര്യം ഇത് തെറ്റ് പറ്റിയതൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇനി നമുക്ക് ശരിയാക്കാന്നേ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ശരി, ബായ്, ഇന്ന് ഇത്രയേ ഉള്ളൂ.